കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി സെക്യൂരിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പവനൻ എന്നയാളെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എന്താണ് സംഭവിച്ചത് എന്ന് സെക്യൂരിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പവനൻ തന്നെ പറയും. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ പാസ് മുറിക്കുകയാണ്. അതായത് 8 മണി മുതൽ 4 മണി വരെ പാസ് മുറിക്കുക. അതൊരു വരുമാന മാർഗ്ഗം കൂടിയാണല്ലോ. അത് സന്ദർശകർക്ക് മാത്രമേ നമ്മൾ പാസ് മുറിക്കുള്ളൂ. ബൈസ്റ്റാൻഡർക്കില്ല, രോഗികൾക്ക് പാസ് മുറിക്കില്ല. ഇന്നലെ ഇതുപോലെ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ 2 പേര് വന്നു, ഭാര്യയും ഭർത്താവ് വന്നു. അവരോട് ഞാൻ ചോദിച്ചു എവിടെ പോകേണ്ടത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് മുകളിൽ 4-ാമത്തില്ല. ഞാൻ പറഞ്ഞു പാസ് മുറിക്കണം എന്ന് പറഞ്ഞു. നേരെ പറഞ്ഞു പാസ് മുറിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പാസ് മുറിക്കാതെ പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവന് ഉള്ളിൽ കയറിയിട്ട് എന്നോട് തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചിരുന്നു. കുറച്ച് അസഭ്യമാണ്. എന്നാലും ഞാൻ പറയാം, അസഭ്യം പറയുന്നില്ല, അത് പറയാം. നീ ആരടാ? പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നോട് പാസ് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഇത് നിയമമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പോട്, അത് നമുക്ക് തടയാൻ പറ്റില്ല രോഗീനെ കൊണ്ട്. അവൻ നേരെ താഴെ പോകേണ്ടതിന് പകരം ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയി. ലിഫ്റ്റിൽ മൊത്തം ഈ 4 നിലയിലും രോഗികളാണ്. ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പോകാൻ പറ്റില്ല, നീ ആരാന്ന്? ഞാൻ പറഞ്ഞു ഇത് കാണുന്നില്ല, ഞാൻ സെക്യൂരിറ്റിയാണ്, എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവന് ചീത്ത പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മോനെ ഇത് ചീത്ത പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു, ചീത്ത പറയാൻ പാടില്ല, അത് മോശമാണെന്ന് പറഞ്ഞു. ഇവൻ പട്ടിനെ തള്ളിക്കളഞ്ഞു. തള്ളുമ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല, അങ്ങനെ അടിച്ച് വീണു. വീണപ്പോൾ കൈ പിന്നെ അവൻ അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് 2-3 പേര് വന്നു. പിന്നെ അവൻ ഓടിക്കളഞ്ഞു, വെളിയിലേക്ക് ഓടിക്കളഞ്ഞു. വെളിയിൽ ഓടിക്കളഞ്ഞപ്പോൾ ഇവൻ്റെ ഭാര്യ 4-ാമത്തെ ഉണ്ടായിരുന്നു. ഞാൻ പോയി പോലീസിനെ കൂട്ടി അവരോട് പറഞ്ഞു ഇതാണ് അവരുടെ ഭാര്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയെ വിളിച്ചു. അവൻ 2ാമത് തിരിച്ചു വന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പോലീസ്, ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി വരുന്നൊരു സെക്യൂരിറ്റിക്കാരനും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പറ്റില്ല. ഈ പിടിച്ച തള്ളൽ വീഴ്ചയിലാണ് കൈക്ക് പരിക്ക് പറ്റിയത്. അത് കൈ അടിച്ചല്ല, ആ തള്ളുന്നതിൽ നമ്മളെ ബോർഡില്ല, അതൊരു ഇതുണ്ട് കാർബോർഡ്, ആ ക്യാബിൻ്റെ ഇതിങ്ങനെ അടിച്ചപ്പോൾ അത് മൊത്തം ഇതായി. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അപ്പോഴാണ് ഇൻറ്റിമേഷൻ എഴുതിയിരുന്നു. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഇൻറ്റിമേഷൻ എഴുതി പോലീസിൽ പരാതി കൊടുത്തു. ഞാൻ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്. നിയമ നടപടികളായി മുന്നോട്ട് പോകും. നിയമനടപടി കാരണം ഇത് പല ആശുപത്രിയിലും എപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മൾ കുറേ പരാതി ഒന്നും പറയാതെ തന്നെ പോയിക്കൊണ്ടിരുന്ന, പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയല്ലേ, അത് പറ്റില്ല. ഇനി അതന്നെ ഞാൻ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതായത് പാസ്സില്ലാതെയാണ് അദ്ദേഹം ഉള്ളിലേക്ക് കയറിയത്. ആ പാസ്സില്ലാതെ ചോദ്യം ചെയ്തതാണ് ഈ തർക്കത്തിന് കാരണമായി. പാസ്സില്ലാതെ നമ്മൾ കടത്തി വിടാൻ പറ്റില്ല. സ്റ്റാഫിൻ്റെ ടാഗ് ഉണ്ട്, നമുക്ക് കണ്ടറിയാം. അപ്പം നിങ്ങൾ വന്ന് നിങ്ങളോട് പറയും നിങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ഐഡൻറ്റിറ്റി കാണിക്കും. അപ്പോൾ നിങ്ങൾ കാണിച്ചാൽ നമ്മൾ വിടും. അത് നമുക്ക് ഇഷ്യൂവിൻ്റെ കാര്യമില്ല. അതിന് എല്ലാവർക്കും ടാഗുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. ഇതുപോലെ ഭീഷണികൾ ഉണ്ടാകുന്നുണ്ടോ? ഇത് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നതാണ് ഭീഷണികൾ. എല്ലാ ദിവസവും ഉണ്ടാകും. പാസ് മുറിച്ച് നീ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് കൈവച്ച് കളിയായിപ്പോയി. നമ്മൾ അവരോട് കൂടുതൽ തർക്കിക്കാന്നില്ല, പിന്നെ അങ്ങ് പോകും, നമ്മൾ കൂടുതലില്ല. പക്ഷേ ഇത് നമ്മളിതുപോലെ അവിടുത്തെ പിന്നെ പോയിട്ട് പിന്നെ അവർ പറയും പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങ് വിടും. പക്ഷേ ഇത് കൈയില്ല കളി ആരും മോശമല്ല, കൈ വയ്ക്കുന്നത് അത് ആരായാലും മോശമാണ്. എന്തായാലും ഈ ജില്ലാ ആശുപത്രിയിൽ നടന്ന ഈ അക്രമവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. സ്റ്റാഫ് അംഗങ്ങളെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ഈ നമുക്കറിയാം ഈ ആശുപത്രികളിലൊക്കെ ഇങ്ങനെ ജീവനക്കാരും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ ഇത്തരത്തിലുള്ള അക്രമം നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻറ്റ് കൗൺസിലിൻ്റെ സ്റ്റാഫ് കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കെ അജയ്കുമാർ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രതിഷേധം? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അതിശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണോ തീരുമാനം? ആശുപത്രി സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം ഏറ്റവും കൂടുതൽ പരിരക്ഷയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജീവനക്കാരാണ് ആശുപത്രി വിഭാഗം ജീവനക്കാർ. ഏത് ഘട്ടം 24 മണിക്കൂറും പൊതുസേവന രംഗത്ത് അവരുടെ കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ജീവനക്കാരാണ് ആരോഗ്യ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം യാതൊരു പ്രകോപനവുമില്ലാതെ രാവിലെ ചികിത്സയ്ക്കെത്തൊരു കുടുംബമായിട്ടാണ് വന്നത്. എങ്കിലും സെക്യൂരിറ്റി വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ അവരുടെ കുറേയധികം ചിലപ്പോൾ ആദികളുമായിട്ടാണ് ആശുപത്രി വരുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ സെക്യൂരിറ്റി ചെയ്യാൻ തള്ളിയിടുന്നൊരു സമീപനം യാദൃച്ഛികമായിട്ട് വലിയൊരു അപകടത്തിലേക്ക് പോകുക. കൈ 2 വിരലുകൾ പൊട്ടിയൊരവസ്ഥയാണ് ഉണ്ടായത്. തീർച്ചയായും നിയമപരമായിട്ട് വഴിക്ക് പോകുന്നുണ്ട്. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം ചെറിയ കുറ്റത്തിന് പോലും 1 വർഷത്തെ തടവും, വലിയ കുറ്റമാണ് 7 വർഷം വരെ തടവുള്ള വലിയ ശിക്ഷയാണ് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ പാസ്സാക്കിയ നിയമമുള്ളത്. തീർച്ചയായും ആ നിലക്ക് ആ പ്രതിക്കെതിരെ വലിയ കുറ്റം ചുമത്തിക്കൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് സ്റ്റാഫ് കൗൺസിൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും നിങ്ങളൊക്കെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രയാസമൊക്കെ തോന്നുന്ന ഘട്ടം തന്നെയാണോ ഉള്ളത്? എങ്ങനെ ആളുകളൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. നമുക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും
ഞങ്ങളുടെ ജോലി എടുക്കുന്ന സമയത്ത് സംരക്ഷണം തന്നേ മതിയാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്കും ഉത്കണ്ഠാകുലരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക്, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ആരെ കയറ്റിവിടണം, എങ്ങനെ കയറ്റിവിടണം, എങ്ങോട്ടേക്ക് പോകണം, എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ചെയ്യേണ്ട ആൾക്കാരാണ് സെക്യൂരിറ്റി സ്റ്റാഫ്. അവരുടെ പറയുന്നതിനനുസരിച്ച് പൊതുജനങ്ങൾ സഹകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്, ഒരാവശ്യവുമാണ്. ഈ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കയറി വരുന്ന ആൾക്കാരെ ഡിപ്പെൻഡാണ് ഉള്ളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ ഓരോ ജീവനക്കാരും. അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ആൾക്കാരെ ഡിപ്പെൻഡായിട്ട് മാത്രമാണ് ഞങ്ങളുടെ സംരക്ഷണം നിൽക്കുന്നത്. അതുകൊണ്ട് യൂണിറ്റിനകത്ത്, ഹോസ്പിറ്റലിനുള്ളിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ജീവനക്കാർക്കും സംരക്ഷണം നൽകുക എന്നത് ഞങ്ങളുടെ ഒരു ആവശ്യം തന്നെയാണ്. പാസ് ചോദിച്ചതിനാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരന് ഇത്തരത്തിൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പവനൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പവനൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിക്രൂരമായ ഒരു ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നത്. ആ വീഴ്ചയിൽ കൈ അടിച്ചുപോയി, കൈക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.